ചോറിൻ്റെ കൂടെ കൂട്ടാൻ വെറും 2 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാവുന്ന മുളക് ഉടച്ചത് അല്ലെങ്കിൽ മുളക് ചാലിച്ചത് ഉപ്പും പുളിയും എന്നൊക്കെ പറയുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. ഇതിൻ്റെ തന്നെ വേറെ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ 1-2 മാസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ചെറിയൊരു അളവിലാണ് കാണിക്കുന്നത്. ഒരു 3 വറ്റൽമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പപ്പടം കുത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുത്തിയിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് അതിനകത്തൊന്ന് ചുട്ടെടുത്താൽ മതി. ഇനി വിറകടുപ്പിൽ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഈ ഒരു റെസിപ്പിക്ക് നല്ലത് കേട്ടോ. നല്ല നാടൻ റെസിപ്പി എന്ന് പറയുമ്പോൾ വിറകടുപ്പിൽ ചുട്ടെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ അതിപ്പോൾ അങ്ങനെ കാണിക്കാൻ എന്തായാലും ഒരു വഴിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൗവിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നത്തെ റെസിപ്പിയിൽ ഒരു മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. മൺചട്ടിയിൽ നിങ്ങൾക്ക് വറ്റൽമുളക് ഇതുപോലെ ചൂടാക്കി എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് വറ്റൽമുളക് അല്ലാതെ അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി ഞാനിപ്പോൾ ഒരു 10 എണ്ണത്തിനടുത്ത് എടുത്തിട്ടുണ്ട്. 10-12 എണ്ണത്തിനടുത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ എത്ര അളവിലാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ഒരിക്കലും വലിയ നമ്മുടെ സവാള വെച്ച് ഈ ഒരു റെസിപ്പി ചെയ്യരുത്. ചെറിയുള്ളി തന്നെ വേണം, അപ്പോൾ മാത്രമേ ആ ഒരു രുചി കിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് വേണ്ടത് പുളി പിഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പുളി പിഴിഞ്ഞതാണ് ഇതിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറിയുള്ളി നമ്മളൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ അതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ നാട്ടിൽ നിന്നാണെങ്കിൽ അമ്മിക്കല്ലിൽ ഇട്ടിട്ട് ചതച്ചെടുത്താൽ മതി. മിക്സിയിൽ ഇട്ടിട്ടൊന്നും അരക്കാൻ നിൽക്കണ്ട. ഏറ്റവും നല്ലത് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ നല്ല നാടൻ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഇങ്ങനെയൊക്കെ ഒന്നുകിൽ അമ്മിക്കല്ലിൽ ചതച്ചിട്ടോ അല്ലെങ്കിൽ ഇടിക്കല്ലിൽ ചതച്ചെടുത്തിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്ന് കുത്തി ചതച്ചെടുത്താൽ മാത്രം മതി. ചെറിയുള്ളി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അടുത്തതായിട്ട് വറ്റൽമുളക് കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോഴാണ് കയ്യിൽ വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഒരു പൊടിഞ്ഞു പോകുന്നത് പോലെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുത്തി ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ചെറിയുള്ളി ചതച്ചതും അതുപോലെ തന്നെ വറ്റൽമുളക് ചതച്ചതൊക്കെ നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു പച്ചമുളക്. ഈ കറിവേപ്പിലയും പച്ചമുളകും എന്തായാലും നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. ഇതിനൊരു പ്രത്യേക രുചിയാണ്. നമ്മൾ മുന്നത്തെ റെസിപ്പി ഇങ്ങനെയല്ല ചെയ്തിട്ടുണ്ടായിരുന്നു, വേറൊരു രീതിയിലായിരുന്നു. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ തന്നെ ഒരിത്തിരി ഉപ്പും. ഈ പച്ചമുളക് ഇപ്പം ഞാൻ സാധാരണ ഇവിടുന്ന് കിട്ടുന്ന മുളകാണ് എടുത്തിട്ടുള്ളത്. നാട്ടിൽ നിന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാന്താരി മുളക് കയ്യിലുണ്ടെങ്കിൽ 2-3 കാന്താരി മുളക് എരിവിനനുസരിച്ച് ചേർക്കാം. കാന്താരി മുളക് ഉടച്ചതിൻ്റെ രുചി ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ അത് എന്തായാലും കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു മുളക് വെച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കയ്യിലില്ലാത്തവർ ഈ ഒരു പച്ചമുളക് വെച്ച് ചെയ്യാം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാന്താരി മുളക് വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ പച്ചമുളക് ആദ്യം ഉടച്ചു കൊടുക്കുക. ഇനി പച്ചമുളക് തൊടുന്ന സമയത്ത് കൈ നീറ്റലൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവിയിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതല്ലാതെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇത് അടിച്ചെടുക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ആ രുചി അത്ര നമുക്ക് നല്ല രീതിയിൽ കിട്ടില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പിഴിഞ്ഞത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ ഒരിത്തിരി ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുമ്പോഴാണ് ഇതിന് ശരിക്കും നല്ല രുചിയും കാര്യങ്ങളൊക്കെ കിട്ടുക. ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം ഇതിനകത്ത് ഉപ്പും പുളിയും അതുപോലെ തന്നെ എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു നുള്ള് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 2 നുള്ള് ശർക്കര കൂടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ശർക്കര ചേർക്കുന്നില്ല. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. ഇതല്ലാത്ത വേറൊരു മെത്തേഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടും നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും നല്ലൊരു നാടൻ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.